നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് 2025 പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് തുടരാം. 2025 എന്ന വർഷത്തിന് മറ്റെല്ലാ വർഷത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള വർഷമാണ്. എന്നാൽ കൂട്ടുമ്പോൾ എല്ലാ സംഖ്യകളും കൂടി ചേരുമ്പോൾ 9 എന്ന സംഖ്യ വരുന്നത് 9 ഭാഗ്യസംഖ്യയാണ്, നമ്മുടെ ദൈവാധീനത്തിൻ്റെ സംഖ്യയാണ്. അതുകൊണ്ട് ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ നന്മകളും വന്നു ചേരും എന്ന് ഉള്ള വിശ്വാസത്താൽ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ പൂർവികരുടെയും അതുപോലെ തന്നെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നു. ഇന്ന് ഇവിടെ പറയുന്നത് ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്. ഇപ്പൊ തന്നെ വർഷത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞു, വർഷം തന്നെ ഒരു ഏഞ്ചൽ നമ്പറാണ്. അതായത് 2025 എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ 9 വരുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. അതുപോലെ നമ്മൾക്ക് ഏഞ്ചൽ നമ്പേഴ്സിന്റെ പ്രാധാന്യം നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. 555 ഫലം, അതായത് 3 5, അതായത് 5 എന്ന സംഖ്യ 3 പ്രാവശ്യം എഴുതുന്ന, അതായത് ഒരേ കാര്യം 5 ദിവസം 55 പ്രാവശ്യം എഴുതിയാൽ നമ്മളുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴും 5 ദിവസം 5 കാര്യങ്ങൾ 55 ഒരു കാര്യം 5 ദിവസം 55 പ്രാവശ്യം മുടങ്ങാതെ എഴുതുന്നവരുണ്ട്. അവരുടെ ഓരോരോ കാര്യങ്ങൾ സാധിച്ചു വരുന്നുണ്ട്. ഞാനും അതിങ്ങനെ ഇപ്പോഴും അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 3 6ന്റെ പ്രാധാന്യം പറഞ്ഞു, 3 8ന്റെ പ്രാധാന്യം പറഞ്ഞു, 11 11ന്റെ പ്രാധാന്യം പറഞ്ഞു, 3 6 9ന്റെ പ്രാധാന്യം പറഞ്ഞു. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് 2025 ഒന്നാമത്തെ മാസമായ 1-ാം തീയതി തുടങ്ങുന്നതായതുകൊണ്ട് 1ന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം. 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കൂട്ടമാണ്, ഒരു യൂണിയനാണ്. ഒന്നാമതെത്താൻ എല്ലാവർക്കും ആഗ്രഹമാണ്. നമ്മൾ ഒന്നാണെന്നുള്ള ഭാവം നല്ലതാണ്. ഒരുമ എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ 1 എന്ന് പറയുന്നതിന് ഒരുപാട് ഒരു യൂണിറ്റി, ഒരു വലിയ ഒത്തൊരുമിച്ച് നിൽക്കുക, ഒരു സൈന്യം, ഒരു രാജ്യം, ഒരൊറ്റ മതം, എല്ലാം ഒരേപോലെ ചിന്തിക്കാനുള്ള ഒരു എല്ലാവരുടെയും മനസ്സ്, ഒരേ ചിന്ത, ഒരേ ഭാവം, ഒരേ ഇത്, അങ്ങനെയൊക്കെയുള്ള എല്ലാം 1 എന്ന സംഖ്യയുടെ മൂല്യം നിർത്തിക്കൊണ്ട് തന്നെ 1 എന്ന പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും നമ്മളെന്നും അനുഭവിച്ചറിയുന്ന പ്രപഞ്ചശക്തി എന്ന് പറയുന്ന സൂര്യൻ്റെ ഉദയവും അസ്തവും നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ അറിയുന്നു, സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ നേരം പുലർന്നു എന്ന് വിശ്വസിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ വൈകുന്നേരമായി എന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്ന ആ സൂര്യൻ, നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ സൂര്യഭഗവാനെ, യൂണിവേഴ്സിലെ ഏറ്റവും ഊർജ്ജസ്രോതസ് ആ ഗ്രഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ 1 പറയുന്ന സൂര്യൻ എന്ന് പറയുന്ന നമ്മുടെ പൈതൃകം, നമ്മുടെ പിതാവ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ശക്തിയും നൽകുന്ന ഒരു എനർജി, ഊർജം, ആ ദിവസം 1-ാം തീയതി തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു. ഈ സൂര്യഭഗവാനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചു. ഇനി ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ഒരു സംഖ്യ മാത്രം പോരാ. പിന്നെ നമ്മൾ അടുത്ത സംഖ്യയുടെ മൂല്യം എന്ന് പറയുന്നത് 1 കഴിഞ്ഞാൽ 3 ആണ് എടുക്കുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമുക്ക് നിരന്തരം സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അറിയാൻ നന്മകളും തിന്മകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആരും നന്മയാണെന്ന് അറിഞ്ഞുകൊണ്ടോ തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ടോ ആയിരിക്കില്ല ഓരോന്ന് ചെയ്യുന്നത്. ഒരാളുടെ നന്മ മറ്റുള്ളവർക്ക് ചിലപ്പോൾ തിന്മയായും ഭവിക്കാം. ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടമായി വരുന്നത് പോലെ ലാഭനഷ്ടങ്ങളും നന്മതിന്മകളും ഒക്കെ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഓരോരുത്തർക്കും കഷ്ടങ്ങൾ
വേദനകൾ, വിഷമങ്ങൾ, അപകടങ്ങൾ, അസ്വാസ്ഥ്യങ്ങൾ, രോഗങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഭാവമുണ്ട്. അത് 3-ാം ഭാവം, ഗ്രഹങ്ങളിൽ 3-ാമത്തെ ഭാവമായ നമ്മൾ ചൊവ്വ ഗ്രഹമാണ് ഓടി വന്നത്. സേവാമൂർത്തിയാണ്. സേവാമൂർത്തിയുടെ കാരകത്വം മുരുകനും ഭദ്രകാളി അമ്മയുമാണ്. അപ്പൊ ആ 2 മൂർത്തികൾ നമ്മളൊരു കഷ്ടം വന്ന് അമ്മേ എന്ന് വിളിച്ചാൽ, അണ്ടവാ എന്ന് വിളിച്ചാൽ ഓടി വന്ന് നമ്മളെ രക്ഷിക്കുന്ന, ഉപാസിക്കുന്നവരെ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവരെ, അവർ പണ്ടെന്ത് ചെയ്തിട്ടുണ്ടോ, എന്നും നേരത്തെ വിളിച്ചിട്ടില്ലല്ലോ എന്നൊന്നും ചിന്തിക്കാതെ ഏതൊരു സന്ദർഭത്തിലും ഓടി വന്ന്, മലത്തിലാണെങ്കിലും മൂത്രത്തിലാണെങ്കിലും രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണെങ്കിലും ഓടി വന്ന് നമ്മളെ രക്ഷിക്കുന്ന ആ സേവാമൂർത്തികളെ നമ്മൾ നമ്മുടെ എല്ലാ ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ കളങ്കങ്ങളും മാറ്റി ഇനി മുന്നോട്ടും അവരുടെ സഹായം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സേവാമൂർത്തികളെ നമിച്ചുകൊണ്ട് 3 എന്ന സംഖ്യ എടുക്കുന്നു. 3 എന്നുള്ളതിന് ഈ സേവാമൂർത്തികൾ മാത്രമല്ല, അത്ര മൂർത്തികളാണ്. അതായത് നമുക്കറിയാം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സൃഷ്ടിസ്ഥിതി സംഹാരകാരകരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ട്. പിന്നെ മാതാപിതാ ഗുരു എന്നൊരു 3 ഭാവങ്ങളുണ്ട്. പിന്നെ വളരെ 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 കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ 1, 3. പിന്നെ നമ്മൾ അടുത്തത് വരുന്നത് 5 എന്ന സംഖ്യ. 5 എന്ന സംഖ്യയുടെ പ്രാധാന്യം വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മളുടെ ഏറ്റവും പ്രധാനം പഞ്ചഭൂതങ്ങള്, അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങള്, അതുപോലെ തന്നെ പഞ്ചശീലങ്ങള്. പഞ്ചമി പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം 14 തിഥികളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിഥി തന്നെയാണ് പഞ്ചമി. പിന്നെ 5-ാമത്തെ ഗ്രഹം, നവഗ്രഹങ്ങളിൽ 5-ാമത്തെ ഗ്രഹമായ വ്യാഴം എന്ന് പറയുന്നത് ദൈവാധീനം. നമുക്ക് വ്യാഴമുണ്ടോ, വ്യാഴം പ്രസാദിച്ചോ എന്ന് നോക്കിയിട്ടാണ് ഒരാളുടെ ദൈവാധീനം പറയുന്നത്, ഒരു ഗുരുത്വം പറയുന്നത്. ഗുരുവാണ് വ്യാഴം എന്ന് പറയുന്നത്, ഗുരുവാണ്. ദേവഗുരുവിനെയാണ് നമ്മൾ വ്യാഴമായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഗുരുത്വമാണ്, നമുക്ക് എല്ലാവർക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അപ്പോൾ 5 എന്നതിന് ഗുരുത്വം അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഇങ്ങനെ 1, 3, 5 എന്ന ആ 3 സംഖ്യകളുടെ പ്രാധാന്യം എടുക്കുമ്പോൾ, 3ഉം കൂടി കൂട്ടിച്ചേരുമ്പോൾ 1 എന്ന ഐക്യവും 3 എന്ന നെഗറ്റീവ്സ് മാറ്റുന്ന സേവകളുടെ ആ ഇത്തരം മൂർത്തികളുടെ സഹായവും, പിന്നെയോ 5 എന്ന ദൈവാധീനവും ഗുരുത്വവും സമ്പത്തും എല്ലാം ആകുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി എല്ലാം തരുന്ന ഭാഗ്യം, നമുക്കെല്ലാം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന, ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ചോദിക്കുക, എല്ലാം കൂടെ ചോദിക്കുകയല്ലോ. ഒരാവശ്യം പറയുന്നു, അത് സാധിച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആവശ്യം പറയുന്നു. അപ്പോൾ ഏത് ദിവസവും ഏത് നേരവും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഏത് ദിവസവും ആവാം, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. അതിനിതുപോലെ വലിയ വിളക്ക് കത്തിച്ചിട്ട് വേണമെന്നില്ല, പ്രത്യേക പ്രാർത്ഥനകൾ വേണമെന്നില്ല, ചിട്ടവട്ടങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഏറ്റവും അത്യാവശ്യം നടന്നു കിട്ടേണ്ട കാര്യം, 2025 ജനുവരി തുറന്നു. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് ഒരുപാട്, ജനുവരിയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. മാർച്ചിന് മുമ്പ് കൊടുത്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ, സാമ്പത്തിക വർഷം മാറുന്നതിന് മുമ്പ് ബാധ്യതകളൊക്കെ തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പണം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കാതെ, വിദ്യാർത്ഥികൾ പഠിച്ച് അവർക്ക് പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമൊക്കെ നന്നായിട്ട് എഴുതണം, മറ്റു കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ ആവശ്യം പ്രത്യേകിച്ചും ശുക്ലവർഷമാണ്. അതായത് അമാവാസിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ട് വരികയാണ്. പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുമ്പോഴേക്കും, പൗർണമിയിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് ധനുമാസത്തിലെ തിരുവാതിര വരുമ്പോഴേക്കും നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടണമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഒരേ ആവശ്യം, ഏറ്റവും നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓരോരുത്തരും അവരവരുടെ ആവശ്യം എന്തായിക്കൊള്ളട്ടെ ആ ആവശ്യം 1-ാം തീയതി 1 മണിക്ക് ഒരു പ്രാവശ്യം എഴുതുക, ഒറ്റ പ്രാവശ്യം എഴുതുക. അന്ന് തന്നെ 3 മണിക്ക് 3 പ്രാവശ്യം എഴുതുക. ഒരേ ആവശ്യം തന്നെ, അത് എത്ര വലിയ ആവശ്യമായിക്കോട്ടെ, ഒരൊറ്റ വരിയിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല.
ഒരു ബുക്കിൽ നമ്മൾ ഇതുപോലെ ബുക്കുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നാമം എഴുതാനായിട്ട്, ഇങ്ങനെ മാജിക് നമ്പർ, ഏഞ്ചൽ നമ്പേഴ്സ് എഴുതാനായിട്ട്, സ്വിച്ച് വേർഡ്സ് എഴുതാനായിട്ടൊക്കെ ഒരു ബുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ തന്നെ 1/1/2025 ഒരു ഇത് വെച്ചിട്ട് അടയാളമൊക്കെ വെച്ചിട്ട് തുടങ്ങുക. അപ്പോൾ ആദ്യം തന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ എത്ര ജോലിയുള്ളവർക്കാണ് ഒരു ലീഷർ ടൈം കിട്ടും. അപ്പോൾ ആ 1 മണിക്ക് കൃത്യം 1 മണിക്കൊന്ന് മനസ്സ് തുറന്നു, ഒന്നും ആയിക്കോട്ടെ, 1നും 2നും ഇടയ്ക്കുള്ള സമയം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ 1 മണിക്ക് നിങ്ങളുടെ ആവശ്യം ആദ്യം തന്നെ മനസ്സറിഞ്ഞ പ്രപഞ്ചശക്തിയോട് ആദ്യം പ്രാർത്ഥിക്കുന്നു, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു, പിന്നെ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കും. കാണുന്ന ഒരേ ഒരു ദൈവമാണല്ലോ സൂര്യഭഗവാൻ. പിന്നെ അച്ഛനെയും അമ്മയും ഒക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, അച്ഛനും അമ്മയും, അതായത് സൂര്യൻ എന്ന് പറയുന്ന എല്ലാ ശക്തിയും സ്മരിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങളുടെ ആവശ്യം സേവാമൂർത്തികളെയും, ത്രിശക്തികളെയും, ത്രിദേവിമാരെയും, ത്രിപുരസുന്ദരിമാരെയും, അതുപോലെ തന്നെ വ്യാഴത്തെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതുക. 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയം ബുക്കങ്ങ് അടച്ചു വയ്ക്കുക. അടച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിശ്വാസമായി. ഇന്ന് 1/1/2025 ബുധനാഴ്ചയാണ്. ബുധൻ എന്ന് പറയുന്ന എല്ലാ ലൗകിക സുഖങ്ങളും നമുക്ക് തരുന്ന ദിവസമാണ്. ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട സൂര്യദശയിൽ ജനിക്കുന്ന നക്ഷത്രമാണ്. മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം വ്യാഴം 5ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതാണ്. 10ാമത്തെ രാശിയിലാണ് ഈ ഉത്രാടം നക്ഷത്രം വരുന്നത്. അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിന് 10 എന്ന് പറയുന്നത് 1-ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ 1 മണിക്ക് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എഴുതുമ്പോൾ സൂര്യഭഗവാനെ മനസ്സിൽ കാണുന്നു. നമ്മളുടെ ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി പ്രാർത്ഥിക്കുന്നു. ദ്വിതീയമായിട്ടുള്ളൂ, ഇനിയുണ്ട് 10-12 ദിവസം കൂടി. 12-ാം തീയതിയാണ് ശരിക്കും, 13-ാം തീയതിയാണ് ആർദ്ര വരുന്നത്. അപ്പോൾ പൗർണമി വരുന്ന. അപ്പം അതിന് മുമ്പായിട്ട് മനസ്സറിഞ്ഞ് ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും, ഇതെനിക്ക് സാധിച്ചു തരും എൻ്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആവശ്യം നടന്നു കഴിഞ്ഞതായി തന്നെ നമ്മൾ ഭാവിക്കണം. എന്നിട്ട് എഴുതി, അത് ഏത് മഷി കൊണ്ട് എഴുതണമെന്നൊന്നും ഇതിനകത്ത് പ്രത്യേകതയില്ല. ഒരു ആവശ്യം 1 പ്രാവശ്യം എഴുതുക. വൈകുന്നേരം 5 മണിയാകുമ്പോൾ നമുക്കിതുപോലെ പറ്റുമോ എന്ന് എല്ലാവരും ചിലപ്പോൾ ജോലി കഴിഞ്ഞിങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങാനുള്ള തിരക്കായിരിക്കും. ചിലർ കുട്ടികളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയമായിരിക്കും. എന്തായിക്കോട്ടെ, കഴിയുന്നവരെല്ലാം 5 മണിക്കും 6 മണിക്കും ഇൻ ബിറ്റ്വീൻ, 5-നും 6-നും ഇടയ്ക്കുള്ള സമയത്ത്, അതുപോലെ തന്നെ 3 മണിക്ക് എന്ന് പറയുന്നത് 1 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 മണിക്ക് ഒരു ചെറിയ ഷോർട്ട് ബ്രേക്കിൻ്റെ സമയത്ത് 3 പ്രാവശ്യം അതേ ആവശ്യം എഴുതുക. ഇനി ഇതിനകത്ത് 1-ാം തീയതി 1 പ്രാവശ്യം എഴുതിയിട്ട് 3-ാം തീയതി എപ്പോഴെങ്കിലും നമ്മൾക്ക് പിന്നെ 1-ാം തീയതി 1 മണിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. 1-ാം തീയതി 1 പ്രാവശ്യം എഴുതുക, 3-ാം തീയതി 3 പ്രാവശ്യം എഴുതുക, 5-ാം തീയതി 5 പ്രാവശ്യം എഴുതുക. അങ്ങനെയും ചെയ്യാം. ഒരേ ദിവസം തന്നെ 1 മണിക്കും 3 മണിക്കും 5 മണിക്കും വേണമെങ്കിലും എഴുതാം. 1-ാം തീയതി 1 പ്രാവശ്യം, അത് 1 മണിക്ക് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ 1 പ്രാവശ്യമേ എഴുതുന്നുള്ളൂ എങ്കിൽ അന്ന് 1 പ്രാവശ്യം മാത്രം എഴുതി വയ്ക്കുക. പിന്നെ 3-ാം തീയതി ഒരു വെയിറ്റ് ചെയ്യുക. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ആ എഴുതി വച്ചിട്ടുണ്ട്, ഇത് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കണം. പിന്നെ 3-ാം തീയതി വീണ്ടും 3 പ്രാവശ്യം എഴുതണം. അതിന് സമയം നോക്കേണ്ടതില്ല. ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങളുടെ ഒഴിവ് സമയത്ത് 3 പ്രാവശ്യം എഴുതുക. 5-ാം തീയതി അതേ ആവശ്യം തന്നെ 5 പ്രാവശ്യം കൂടി എഴുതുക. അപ്പോൾ മൊത്തം 9 പ്രാവശ്യമേ നിങ്ങളുടെ ആവശ്യം എഴുതുന്നുണ്ട്. എല്ലാം കൂടി ഒരു ദിവസം ഒറ്റയടിക്ക് 9 പ്രാവശ്യം എഴുതാൻ നിൽക്കണ്ട. ഒരു ദിവസം അതിപ്പോൾ 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതി ഒന്നും നോക്കണ്ട. ഒരു ദിവസം 1 പ്രാവശ്യം, 3-ാം തീയതി പറ്റുമെങ്കിൽ 3 പ്രാവശ്യം, 5-ാം തീയതി പറ്റുമെങ്കിൽ 5 പ്രാവശ്യം. ഇല്ല ഇനി 2-ാം തീയതി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2-ാം തീയതി നമ്മളാണെങ്കിൽ കുഴപ്പമില്ല. ഏത് ദിവസമാണെങ്കിലും ആദ്യത്തെ ദിവസം 1-ാമത്തെ ദിവസം 1 പ്രാവശ്യം, 2-ാമത്തെ ദിവസം 3 പ്രാവശ്യം, 3-ാമത്തെ ദിവസം 5 പ്രാവശ്യം, അങ്ങനെ 9 പ്രാവശ്യം എഴുതുക. ആ കാര്യം നടന്നു എന്ന് തന്നെ വിശ്വസിക്കുക. നമ്മൾ നോക്കി നിൽക്കുകയല്ലല്ലോ ചന്ദ്രൻ വളരുന്നത്. ചന്ദ്രൻ ഇങ്ങനെ, അതായത് ശുക്ലപക്ഷം എന്ന് പറയുന്നത് അമാവാസിയാണ്. ശൂന്യതയിൽ നിന്നും പ്രഥമയിൽ അല്പം കാണും, അത് പുലർച്ചെയാണ് കാണുന്നത്. ദ്വിതീയയിൽ ഇത്തിരി കൂടി കാണും.
പിന്നെ നമുക്കറിയാം പ്രഥമ, ദ്വിതീയ, പിന്നെ തൃതീയയിൽ കുറച്ചും കൂടി അങ്ങനെയാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. നമ്മൾ ചന്ദ്രനെ കാണാനായിട്ട് ആരും നിൽക്കാറില്ല. പക്ഷേ അവസാനത്തെ പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസം എല്ലാവരും എങ്ങനെയായാലും കണ്ടിരിക്കും. അതുപോലെ പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസം ഓരോരുത്തരും 9 പ്രാവശ്യം എഴുതി തീർന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസം ഒരു സഫലതയിലെത്തട്ടെ, എല്ലാം മംഗളമായി തീരട്ടെ. 2025 തുടക്കം നന്നാകുമ്പോൾ അതിൻ്റെ അവസാനവും നന്നായി തന്നെ പോകും. ഈ ഒരു നല്ല ദിവസം, ഈ ഒരു പുതുവർഷം ഏറ്റവും ശോഭനമായി തീരട്ടെ. ഈ ഏഞ്ചൽ നമ്പറിൻ്റെ പ്രയോഗവും ഏറ്റവും ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യൂ. തീർച്ചയായും നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാം. ബുധനാഴ്ച തുടങ്ങുമ്പോൾ ബുധൻ സർവ മംഗളങ്ങളും നമുക്ക് തരും. എല്ലാ ലൗകിക സുഖങ്ങളും എല്ലാ ജ്ഞാനവും തരുന്ന ദിവസമാണ് ബുധൻ. അപ്പോൾ തീർച്ചയായും തുടക്കം നന്നാവട്ടെ. നന്ദി, നമസ്കാരം.